ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മീനച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഉണക്കമീനോ പച്ചമീനോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മീനച്ചാറ് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമീനാണ്. ചോറും കപ്പയും ഒക്കെ കഴിക്കുന്നതിന് ഞങ്ങൾ ഇടുക്കിയിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലുള്ളവർക്ക് ഈ ഒരു മീനച്ചാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഉണക്ക കാളാഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. 3/4 കിലോയോളം മീനാണ് ഞാനിവിടെ അച്ചാറുണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിൻ്റെ ഉപ്പൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷമാണ് ഞാനിത് വറുത്തെടുത്തിരിക്കുന്നത്. വറക്കുന്ന സമയത്ത് ഞാനിതിലോട്ട് 3/4 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും തിരുമ്മിയാണ് ഇത് ഞാനിവിടെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അച്ചാറിലോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 വലിയ സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, അതും 2 സ്പൂൺ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അതും ഞാൻ 2 സ്പൂൺ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് എന്തൊക്കെ പൊടികളാണ് ചേർക്കുന്നതെന്ന് പറയാം. 3 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. 4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 3 സ്പൂൺ അച്ചാർ പൊടിയും എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയോ കുറച്ചോ ചേർക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലോട്ട് 100 മില്ലി നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാർ കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതിന് നല്ലെണ്ണ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. നല്ലെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ 1 സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവയും നന്നായി ചൂടായി ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്തെല്ലാം ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒരു 3 മിനിറ്റ് സമയത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഏകദേശം ഒരു 3 മിനിറ്റ്, 2 മുതൽ 3 മിനിറ്റ് സമയം വരെ എടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ ഒരു പാകത്തിലോട്ടായി കഴിയുമ്പോഴത്തേനും നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുവാണ്. നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1.5 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്കും പച്ചമുളകൊക്കെ ഈ ഒരു പാകത്തിന് കിട്ടും. ഇനി നമുക്കിതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിക്കിൾ പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലോട്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു കറുത്ത കളറിലോട്ട്, ഏകദേശം ഒരു കറുത്ത കളറിലോട്ട് ആകുന്നിടം വരെയാണ് ഇത് മൂപ്പിച്ചെടുക്കേണ്ടത്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ഉപ്പുപൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പ് നമ്മളിതിലോട്ട് ചേർത്തിരിക്കുന്ന ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും അതുപോലെ തന്നെ പൊടികൾക്കും വേണ്ടിയുള്ള ഉപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഉണക്കമീൻ്റെ അച്ചാർ തയ്യാറാക്കുമ്പോൾ ഉപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടി നന്നായിട്ട് മൂത്ത് കിട്ടണം. ഞാനിപ്പോൾ ഇത് 3 മിനിറ്റോളം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടിയൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം സാവകാശം മാത്രം ഇളക്കി കൊടുക്കുക. ഒരുപാട് കൂടുതൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ അച്ചാറിടുന്നത് ഉണക്കമീൻ കൊണ്ടല്ല പച്ചമീൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ആദ്യമേ പച്ചമീനിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ദശക്കട്ടിയുള്ള മീനുകളാണ്. ഉണക്കമീനാണെങ്കിലും പച്ചമീനാണെന്നുണ്ടെങ്കിലും ദശക്കട്ടിയുള്ള മീനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഈ പൊടിയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. 5-6 മിനിറ്റ് വരെ ഇളക്കി കൊടുത്തുകൊണ്ട്, ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്തുകൊണ്ട് ഈ പൊടിയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഫ്ലെയിം ആ സമയത്തെല്ലാം സിമ്മിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഇനി ചേർക്കേണ്ടത് വിനാഗിരിയാണ്. ഞാനിവിടെ 125 മില്ലി വിനാഗിരിയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് കപ്പില്ലെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വിനാഗിരി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർക്കുക. ഇതിൻ്റെ ഒരു ഗ്രേവിക്കായിട്ട് ഞാൻ ഈ വിനാഗിരി മാത്രമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടി ചേർക്കാം. കൂടുതൽ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്നതിനാണ് നിങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ
ചൂടുവെള്ളം ഒന്നും ചേർക്കാതെ വിനാഗിരി മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഞാനിതിപ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മീൻ അച്ചാർ റെഡിയായി കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ തയ്യാറാക്കിയ അച്ചാറുള്ളൂ എങ്കിലും മിനിമം 2 പാത്രങ്ങളിലെങ്കിലും ആക്കി വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഗ്ലാസിൻ്റെ ബോട്ടിലിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. സ്റ്റോർ ചെയ്തതിന് ശേഷം ഒരു ബോട്ടിൽ പുറത്ത് വെച്ച് നിങ്ങൾ ഉപയോഗിക്കുക, മറ്റേ ബോട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നോൺ വെജിൻ്റെ പിക്കിളായതുകൊണ്ട് പുറത്ത് തന്നെ ഇരുന്നാൽ കേടായി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ രുചികരമായ അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഈ ഒരു ഫിഷ് പിക്കിൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.